ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ അല്ല കേട്ടോ, നമ്മുടെ ബേക്കൽ ഫോർട്ടിൻ്റെ തേർഡ് പാർട്ടാണ് ആൻഡ് ലാസ്റ്റ് പാർട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് താഴോട്ട് നമ്മളെ അറബിക്കടലിൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണേ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ താഴെ ഇറങ്ങിയാൽ നമ്മുടെ അറബിക്കടലിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. നല്ല സീനറി അല്ലേ. നിറയെ പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങോട്ടുള്ള വഴികളിൽ രണ്ട് സൈഡിലും കാറ്റാടി മരങ്ങളും വള്ളിപ്പടപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ താഴെ എത്തിയിട്ട് പാറക്കെട്ടിൻ്റെ ഇടയിലൊക്കെ പോയി കേട്ടോ. വള്ളിയല്ലേ ചെടി, മൈലാഞ്ചേരി അപ്പോഴത്തെ അല്ല, അതുപോലത്തെ സാധനം. വള്ളിയല്ലേ ഇത്? വള്ളിയല്ലേ? മരാണ്, വള്ളിയാണ്. കാറ്റാടി മരത്തിന് വള്ളി കയറിയതല്ലേ. ആ ഒരു സൈഡിലോട്ട്, ഈ ഇപ്പോൾ കാണുന്ന ഒരു സൈഡിലോട്ട് പോയാൽ അവിടെ ഒരു ചെറിയ നിരീക്ഷണ ഗോപുരമുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പം കുറച്ച് ആളുകളൊക്കെ കണ്ടില്ലേ ഇവിടെ. കടലിനടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, അവിടെ നല്ല ആൾക്കൂട്ടുണ്ടായതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നടന്നത്. ഫുള്ള് നടന്നില്ല. നടന്നിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പകുതി വരെ പോയിട്ട് കുറച്ചൊന്ന് പാറക്കെട്ടിൻ്റെ അവിടേക്ക് ഇരുന്നിട്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത്.
അവിടെ നിന്ന് കുറച്ച് റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു കേട്ടോ. 6:15 വരെ അവിടെ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ ഒരു 6 മണിയാകുമ്പോൾ തന്നെ മുകളിലോട്ട് കയറി കുറച്ച് ദൂരം നടക്കണമല്ലോ അപ്പുറത്തെത്തണമെങ്കിൽ. ഞാൻ പറഞ്ഞോളൂ അമ്മമ്മയോട്, അമ്മമ്മക്ക് അയച്ചോളൂ. എനിക്ക് പേടിയില്ല. മെല്ലെ 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 നടന്നിട്ട് പോമോനെ. ആടെ വേണ്ടി ഇതെല്ലാം ഉണ്ട്, ആകാശത്തൊട്ടിലെല്ലാം ഉണ്ടല്ലേ. അപ്പൊ ഞങ്ങള് മടങ്ങുവാണ്. ഇങ്ങ് താഴെ ഇല്ല, ഇനിയിപ്പോൾ ഒരു 10-20 മിനിറ്റ് നടക്കണം അങ്ങ് എൻട്രൻസിലെത്തണമെങ്കിൽ. സമയമായി. ലാസ്റ്റ് എത്ര 6:15 അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് നടന്ന് തളർന്നു പോയി. കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ റെസ്റ്റ് ചെയ്യാനില്ല, മുകളിൽ കയറിയ സെക്യൂരിറ്റി കരുത്ത് ഇനി പുറത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ബീച്ച് സൈഡിൽ നിന്ന് കയറിയിട്ടാ മുകളിലെത്തി. ഇനി പുറത്തോട്ട് പോകാം. ഇവിടുന്ന് സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, അതിലേക്കൂടെ നടപ്പാതെയാക്കുന്നുണ്ടല്ലേ. കോട്ട മുഴുവൻ നടന്നിട്ട് അവർ ഓരോരാളെയും വിളിച്ചിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മുടെ കിണർ, ഞാനും ആദ്യം തുരങ്കാണെന്നാണ് വിചാരിച്ചേട്ടോ. നല്ല അത് കിണറാണ്. അപ്പോൾ വെള്ളമുണ്ട് അതിൽ. നമ്മൾ ആദ്യം കണ്ടതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇതിനകത്ത് വെള്ളമുണ്ട്. എവിടെ പോകാൻ കണ്ടിട്ട് നോക്കാം. വെള്ളം ഉണ്ടല്ലേ ഇതിൽ. സെക്യൂരിറ്റി ഒന്ന് കണ്ടുകൊണ്ടിരിക്കില്ല. നടക്കാം. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ആളുകളെ വിളിച്ച് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടൈമായി, ലേറ്റായി. നമ്മൾ നേരത്തെ പറഞ്ഞ 40 ഏക്കർ ബേക്കൽ ഫോർട്ട് മുഴുവൻ തപ്പിത്തെരഞ്ഞ് ഒരാളെ പോലും വിടാതെ അവർ ആ ഒരു ടൈം കൊണ്ട് പുറത്തെത്തിക്കണം കേട്ടോ.
അപ്പോൾ ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ എത്തിട്ടോ. ഇതേ നമ്മുടെ ബേക്കൽ കോട്ടയുടെ ഫ്രണ്ടിൽ ഒരു മയിൽ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. കുറച്ച് സമയം അവിടെ നിന്നു കേട്ടോ. പിന്നെ ദേവുട്ടൻ ഒച്ച ഉണ്ടാക്കുന്ന കേട്ടപ്പോൾ അത് അങ്ങ് ബാക്കോട്ട് പോയി. കുറച്ച് കഴിയുമ്പോൾ ആദ്യം കയറി വരുവായത്. അവിടെ തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു സ്ഥിരമായിട്ട്. ദേവുട്ട ഭയങ്കര കുരുത്തക്കേടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മോരും വെള്ളമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങിയിട്ടോ. ചുമയും കൊണ്ടാണ് മോരും വെള്ളം കുടിക്കുന്നത്. അപ്പോൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. കുറച്ച് കുറുമ്പ് കൂടുതൽ അധികം കിട്ടുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പുറത്തിറങ്ങിയിട്ടോ. ഇരുട്ടായിപ്പോയി. 6:15 ഇവിടെ ഇറങ്ങിയിട്ട് ഗേറ്റ് പൂട്ടാൻ പറയും. അപ്പോൾ നമ്മൾ ആ സമയമാകുമ്പോൾ ഇറങ്ങി പുറത്തെത്തി നമ്മൾ വീട്ടിലേക്ക് പോകാട്ടോ. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. വെൽക്കം.